ഈ തീർത്ഥാടന കുടുംബത്തിൽ കയറ്റുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കുടുംബം ചിന്ന ഭിന്നമായി പോകും. ഇവരെ എന്നെ നെഗറ്റീവ് പറയുന്നതുകൊണ്ട് എന്നെ ഇഷ്ടമില്ലാത്ത കുറെ പേരെടുത്ത് ഇവരെ തലയിൽ വെക്കുന്ന, എന്നാലും നാറാമോ പറഞ്ഞ കാര്യമുണ്ട് കേട്ടോ. ഇവരെ പറ്റി ഇവരുടെ പേര് പോലും ഞാൻ പറഞ്ഞ ഇവർക്ക് റീച്ചാണ്. ഇവരിപ്പം കുറെ പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും ലൈഫും കുടുംബവും നശിപ്പിച്ച് കഴിഞ്ഞിട്ട് എന്നെ പിടിച്ചേക്കുവാണ്. എന്തൊരു കഷ്ടമാണ് ദൈവമേത്. ഉടുമ്പ് പിടിച്ചതുപോലെയാണല്ലോ ഈ പണ്ടാറ എന്നെ പിടിച്ചേക്കുന്നത്. നിന്റെ ഇതിൽ വീഴുന്നവളല്ല രേണുസുതി, മനസ്സിലായോ? നീ കുറെ കിടന്ന് കളിക്കും. ഞാൻ ഇത്തിരി സ്നേഹം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയാൽ അതും കുറ്റം. നിനക്ക് എന്താ അറിയണ? എന്റെ പെട്ടിക്കകത്ത് എന്താ? പെട്ടിക്കകത്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്റെ കുറച്ച് അണ്ടർ ഗാർമെന്റ് തമാശയാണ് സാർ. മറ്റേ എഴുന്നേറ്റ് മുള്ളാൻ പോലും പോകാതെ ഇരുന്ന് പറയുന്ന പോലല്ല. അത്ര നികൃഷ്ടമായിട്ടാണ് നീ സംസാരിക്കുന്നത് എന്നെ പറ്റി. എന്റെ കുടുംബത്തിൽ കയറി നീ കളിച്ചു. നീ ഇനി മേലാൽ മൂക്കിലിരുന്ന് മൂളിയാൽ ചിന്തേറിട്ട് കളയും ഞാൻ. നീ ഒരുത്തിയാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന്, എന്റെ ഫ്രസ്ട്രേഷൻ, എന്റെ മാനസികാവസ്ഥയ്ക്കും കാരണം. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും മക്കളെ അമ്മയും തമ്മി തല്ലിച്ച് നീ ആസ്വദിക്കുന്നുണ്ടല്ലേ? ഈ കാണിച്ചിട്ടിരിക്കുന്നതിന്റെ പേര് തെമ്മാടി തരവന്നാ. നീ ആസ്വദിക്കടി, നീ ആസ്വദിക്കടി. നീ എന്തു പറ്റി? ധൈര്യം ചോർന്നു പോയോ? നീ ഗുണം പിടിക്കത്തില്ലടി ഒരിക്കലും. നീ ഗുണം പിടിക്കത്തില്ല. ഇത് കൂടുതലൊന്നും രേണുസുതിക്ക് പറയാനില്ല. പേടിയായിട്ടാടാ. നിനക്കാകുമ്പോ പിന്നെ പ്രശ്നമില്ലല്ലോ. എനിക്കുണ്ട് പേടി. നാശം പിടിച്ചവളെ.